ഞങ്ങളുടെ മുഖത്ത് കാണുന്ന ഇപ്പോഴുള്ളൊരു ഈ ചിരി വന്ന ദിവസം ഉണ്ടായിരുന്നില്ല. അത്ര ടെൻഷൻ അടിച്ചാണ് വന്നത്. നമ്മുടെ പെറ്റ് നമ്മുടെ വീട്ടിലൊരംഗത്തെ പോലെയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനൊരു സ്നേക്ക് ബൈറ്റ് ആയിട്ടാണ് വന്നത്. ആദ്യം ഞങ്ങളത് തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം രാത്രി ഏകദേശം ഒരു 3-4 ദിവസം മുമ്പ് ഒരു ദിവസം രാത്രി 11 മണിയൊക്കെ ആയപ്പോൾ ഇവളുടെ വൊമിറ്റിംഗ് കണ്ട് പേടിച്ച് ഇവളുടെ കണ്ടീഷൻ മോശമാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഒരു നമ്പർ സെർച്ച് ചെയ്തതാണ്. സർവീസ് എത്രയും പെട്ടെന്ന് കിട്ടുമോ അറിയാനായിട്ട്. അങ്ങനെ 24 hours അവൈലബിൾ ആയിട്ട് കണ്ടത് ഈ ഫാൽക്കണാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചു ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരുമായിരുന്നു. അപ്പോഴും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല സ്നേക്ക് ബൈറ്റ് ആണെന്ന്. പക്ഷേ ഡോക്ടർ വളരെ സീരിയസ് ആയിട്ട് തന്നെ പുള്ളിക്കാരി വളരെ നല്ല സർവീസായിരുന്നു ഞങ്ങൾക്ക് തന്നത്. അന്നൊരു ദിവസത്തെ ആ ട്രീറ്റ്മെൻറ്റ് കാരണം ഒരു 10% 20% ഓക്കെ ആയെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വെളുപ്പിനാണ് വീട്ടിലേക്ക് പോയി വീണ്ടും ഒരു 6 hours 7 hours കഴിഞ്ഞിട്ടാണ് സ്നേക്ക് ബൈറ്റ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ടോട്ടലി ഒരു 12 മണിക്കൂറിന് മേലെ കഴിഞ്ഞിട്ടാണ് ഇവൾക്ക് സ്നേക്ക് ബൈറ്റിനുള്ള ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയതും ആൻറ്റിവെനം എടുക്കാൻ പറ്റിയതും ഇവൾ റിക്കവർ ആയതും. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. കാരണം ഇത്രയും സമയം ആദ്യം കൊടുത്ത ആ ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റിൽ ഇവൾ സർവൈവ് ആയി എന്നുള്ളത്. അതാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിനെ പറ്റി ഏറ്റവും ഇമ്പ്രസീവായിട്ടൊരു കാര്യമായിട്ട് തോന്നി. പിന്നുള്ള തുടർ സർവീസുകളൊക്കെ വളരെ നന്നായിരുന്നു. ഡോക്ടറുടെ ആദ്യം മുതലുള്ള അപ്രോച്ച് പിന്നെ അങ്ങോട്ടുള്ള തുടർ സേവനങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫും എല്ലാം വളരെ ഭംഗിയായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. മോളെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ അവർ സഹായിച്ചു. അങ്ങനെ അവരുടെ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ട് ഏകദേശം നോർമലായി എന്ന് തന്നെ പറയാം. 99% അവൾ ഓക്കെ ആയി. അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് ഇപ്പോൾ ഈ ചിരി കാണുന്നത്.